ചാനൽ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വൺ ബ്ലോക്ക് പാർട്ട് 2 ഞാൻ പിന്നെ വീഡിയോ കുറച്ച് റൊണാൾഡോ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ വേൾഡ് കപ്പ് 2026 കണ്ടിരിക്കണം. പോർച്ചുഗൽ ഫാൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക. റൊണാൾഡോ CR7 എന്നോ കമന്റ് ബോക്സിൽ അടിക്കുക. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമൻറ്റിൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കുറേ ഇതാക്കിയ പോസ്റ്റും ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇനി മുമ്പ് ഞാൻ ഏറ്റവും ചെയ്യേണ്ട കാര്യം ചെയ്യട്ടെ. നെറ്റും വൈഫൈ ഓഫാക്കുക. ആദ്യം ഇൻസ്റ്റാഗ്രാമിനെ പരസ്യമായിരിക്കും. അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം കുറച്ച് കിഴങ്ങറിയുടെ ഒക്കെ പരസ്യമായിരിക്കും. എനിക്കത് ചെയ്യണ്ട. അന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഫുൾ കംപ്ലീറ്റ്ലി ഞാൻ ജാക്ക് ബ്ലാക്ക് ആയിരുന്നു. ഇപ്പൊ ഒന്ന് കത്തിക്കണ്ട. പവർ ഓഫ് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ. ഫ്ലിന്റ് അപ്പൻ ഉണ്ടാക്കാൻ നോക്കി വെച്ചിട്ട് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ട്. ബൈ. ഇതും കളഞ്ഞേക്കട്ടെ. ആവശ്യം വരുമോ അത്? The power of flint and steel. ട്രാഷ് ഐറ്റംസ്. പിന്നെ കുറെ ഡേർട്ട്. പിന്നെ എനിക്ക് റെഡി. ഹോ എടുത്ത് അത്രേ ഉള്ളു. ഇനി നോക്കി. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങൾ മൈൻക്രാഫ്റ്റ് മൂവി കണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടിപൊളിയല്ലായിരുന്നു മൈൻക്രാഫ്റ്റ് മൂവി. അതിൽ എനിക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്റ്റീവിനായിരിക്കും. സ്റ്റീവ് ഓറാഫാമായിരുന്നു. ചിക്കൻ ജാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇടക്കിടക്ക് ഞാൻ ചിക്കൻ ജോക്കി പറഞ്ഞിട്ട് ആശും വിഷ്ണു ആക്കിയായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കി. അത്രേ ഉള്ളു. അസുമി വിഷ്ണു ഓഫ് ഫ്ലിന്റ് എന്തുവാടാ ഷുഗർ കെയിനും കോലും. ഞാൻ ഫ്ലിന്റാന്ന് വിചാരിച്ച. കോൾ ഗോസ് ടു ഹിയർ. ഇനി കട്ട് ചെയ്തേക്കാം. ഇത് കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. ബ്രദർ എൻ്റെ എല്ലാ ഞാൻ കായം തൊട്ട് തുടങ്ങേണ്ടി വരും. വാട്ട് ദി ചിക്കൻ ജോക്കി. ഗുഡ് തിങ് ഐ ഹാവ് ദിസ്. ബാഡ് തിങ് യു യൂസ് ഓൾമോസ്റ്റ് എവരിതിങ്. ഉണ്ടാക്കണം. എനിക്ക് വുഡ് എന്തെങ്കിലും പിക്കേക്സ് ഉണ്ടാക്ക്. അത്ര മതി. നമുക്ക് നോക്ക് ബാക്ക് സ്റ്റിക്കിന്റെ വേറെ വേണ്ട പോളേക്കാം. ഞാൻ വിചാരിച്ചു നീ മറ്റേ രീതി അടിക്കാൻ പോവാന്ന്. അതിന് നോക്കാം. ഇനിയിപ്പോ ഉണ്ടാക്കാൻ പറ്റും. ബെഡ് ഒരു വൂള് വെച്ചിട്ടാ. ഒരെണ്ണം എൻ്റെ ഇതിലുണ്ട്. പക്ഷെ നമുക്ക് ഒരെണ്ണം കൂടി വേണം.
നീ ഇത്രയും ദൂരെ നിന്നോ എനിക്ക് ആ സ്ഥലം ഇഷ്ടമല്ല എന്നെ കൊന്നു കാത്ത സ്ഥലം തുടങ്ങാം ഒരു 5 സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സോഡ് ഒരു ആക്സ് ഉണ്ടാക്കാം. ഇപ്പൊ ഒരു പിക്കാക്സ് ഉണ്ടാക്കി അതായിരിക്കും നല്ലത്. ഒരു പിക്കാക്സ് അയൺ കോയിൽ ഇനി ഒരു ആക്സ് ഉണ്ടാക്കി നല്ലായിരിക്കും ആക്സ് ഉണ്ടാക്കുന്നത്. സ്റ്റിക്കാണ് ഇത് ആക്സ് സ്റ്റോൺ ആക്സ് വരെ പിന്നെ മതി. പവർ ഓഫ് ആക്സ് എന്നാലും ഞാൻ സാഡാ. വുഡ് എന്തോടാ സ്റ്റിക്ക് കോല് ആപ്പിള് ഇപ്പൊ എങ്ങനെയാണ് സോ ഇവരെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കിൽ ഇഷ്യൂ ആ. അതിൻ്റെ അകത്ത് ഏറ്റിട്ടേക്കാം. എന്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സാധനം ഡെപ്ത് സ്ട്രൈഡർ ഇംപെയിലിംഗ് ഈ ഡെപ്ത് സ്ട്രൈഡറിന്റെ യൂസ് എന്താ? ബൂട്ടിനുള്ള എൻജോയ്മെന്റ് അതെനിക്കറിയാം. എന്റെ യൂസ് എന്തായിരുന്നു ഞാൻ മറന്നു. യൂസ് എന്ന് പറയുന്നത് ലാവേ കൂടെ നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ ചിൽ എനിക്കറിയാത്തേ ഈ പല സാധനത്തിനുള്ള എന്താ എൻജോയ്മെന്റ് ഒക്കെ ഒറ്റ ഇതിൽ തന്നെ വെച്ചേക്കണം. എന്തിനാണ് ഇവിടെ അതിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണെന്ന് അറിയാമോ? ഡെപ്ത് സ്ട്രൈഡ് ബൂട്ടിനുള്ളത്, അതിൻ്റെ അകത്ത് പിന്നെ പവർ 1 കൊണ്ട് കയറ്റി വെച്ചേക്കുന്നത് ബോളിനുള്ളത്. മുട്ട നമ്മുടെ ലക്ക് നോക്കാം. എന്നാലും വേണ്ട അത് പറയണ്ട. പിന്നെ ഞാൻ വീഡിയോ മറന്നിടാണ്. എടാ അതെ എന്റെ അനിയൻ എന്റെ അനിയൻ അയ്യോ ഇപ്പൊ ഞാൻ ഈ 1 ബ്ലോക്ക് വേൾഡ് ഈ പ്രാന്തനെ അടിച്ചിട്ടേനെ അത് പറയാൻ നേരത്ത് ചാടിയിടുമല്ല പിന്നെ. അതിന് അല്ലല്ല അതിൽ സ്റ്റോൺ വെച്ച് പറ്റുമെന്ന് ചെയ്തു. ഞാൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് വരാനുണ്ട്. പക്ഷെ ഇനി തോന്നണ പറ്റത്തില്ല എന്നാ. അല്ല എന്താണല്ലോ മൈനി നോക്കിയാലോ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറ്റത്തില്ല എന്നാ. പക്ഷെ അയാൾ ശരിക്കും എടാ സ്മെൽറ്റ് ചെയ്യണ്ടടാ ബോട്ടെ. നീ ജസ്റ്റ് എടുത്ത് ജസ്റ്റ് പറഞ്ഞേ ഇച്ചിരി ഓടെങ്കിലും ഉണ്ടാകാം. പറഞ്ഞ ചെറാ ഒരു കോല് ഇത് വെച്ചെടുത്താലേ പറഞ്ഞില്ല ആവശ്യം വരുമെന്ന്. ഒട്ടും ആവശ്യം ഒന്നുമില്ല കേട്ടോ. ഒരു കോല് വെച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പണി നോക്കാം. സ്റ്റിക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. കുറച്ച് അയൺ പൊട്ടാറ്റോ ആൽവിൻ കോല് കുറച്ചിത് ആപ്പിള് കയ്യിലിരിക്കട്ടെ. യെസ് ആപ്പിൾ കീവ് സോൾ ഡോക്ടർ അവേ. പക്ഷെ പ്രശ്നം എന്താ മൈൻക്രാഫ്റ്റ് ഡോക്ടർ ഇല്ല. ഇനി പിക്കാക്സ് ഉണ്ടാക്കാം. എടാ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റം ഒക്കെ ഇടാം കേട്ടാ. ഫുഡ് ഐറ്റം ഇട്ടിട്ട് വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു.
ഇല്ലല്ലോ. ഇതെന്തായാലും എന്നിട്ട് നമുക്ക് അയൺ ഇതൊക്കെ സേഫ്റ്റി. അയണല്ലായിരുന്നു നീ ഇപ്പൊ ചെയ്ത? ഇല്ല എനിക്ക് തോന്നിയത് ഒരു അച്ഛൻ, അമ്മ, മൂത്തച്ഛൻ, സ്റ്റെപ്പ് ഡാഡ്, മോൻ. എടാ നമ്മുടെ ഹെർഷൽ മുട്ടയിട്രാ, ഹെർഷൽ മാമ മുട്ടയിട്രാ. അയ്യോ നിന്റെ കൊച്ചിനെ കാണാൻ പറ്റില്ല. നിന്റെ കൊച്ചി ആശുപത്രി കിടക്കും. പോണ സ്വർഗത്ത് വിട്ടുവരാം. എക്സ്പാൻഡ് ചെയ്തതാ. ഓട് വിശാൽ ജോഷി, ഓട് പശുവിനിട്ട പേരാ. സോ ഇത് നിങ്ങളായാലൊക്കെ ആണെങ്കിൽ ക്ഷമിക്കണം. ഇവന്റെ ക്ലാസ്സിലുള്ളവരെ പറ്റിയാണ് അതന്നെ. താഴെ കിടക്കുന്ന ലാഭം എന്തിനാന്ന് എനിക്കറിയാത്ത. ഇവിടെ അല്ല ഈ വേൾഡ് രാത്രിയാ പോയിന്? ഇല്ല, അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലല്ല ആവശ്യം കാണുമായിരിക്കും. നമുക്ക് എടുത്തേക്കാം. എന്താടാ താഴെ പോയെന്ന് പറഞ്ഞാൽ ഞാനിന്ന് കൊല്ലും. ഞാനറിയാതെ കോഴിനെ കൂടി അടിച്ചത്. എന്ത് ചാകാമോ? എനിക്ക് ചത്തോ? ഒരു സെക്കൻഡ്, ഞാൻ പോസ്റ്റ് ബോക്സ് വെച്ചായിരുന്നല്ലോ. നമുക്ക് ഈ പംകിൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഫുഡ് സർവീസ്. ഒരു സെക്കൻഡ്, എന്തെങ്കിലും ഷുഗർ കെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെ ഉണ്ട്. എന്താണ് കിട്ടിയാണല്ലോ? നീ കളഞ്ഞ? ഇല്ലല്ലോ. തോന്നുന്നു കളഞ്ഞ. എനിക്കൊന്ന് നിന്റെ ഇൻവെന്ററി ഇടാ എല്ലാത്താണോ? ചെസ്റ്റിന്റെ അകത്തും ഇല്ല. പിന്നെ എവിടെ അത്? എനിക്കറിയില്ല.
ഗൈസ് ഈ മോഡ് ബ്രോക്കണം. എന്താന്ന് വെച്ചാൽ നമുക്ക് ഹണ്ടർമാറും ഇല്ല, ഈ വേൾഡ് രാത്രി ആകത്തും ഇല്ല. സോ രസമില്ല. അതെ, എന്ത് ബലം. ആ അതങ്ങനെ അങ്ങനെ കോർണർ ഇട്ടടിക്കണം. എന്റെ ശീലമൊന്നുമില്ല. ഇവൻ ക്ലാസ്സിലെ പെണ്ണം കൊണ്ടാണ്. പിന്നെ ക്ലാസ്സിലെ വലിയ വലിയ ഗോതമ്പുണ്ടേക്കാണ്. ചെറുക്കൻ സീനാണ്, ചെറുക്കൻ കൊല്ലമാസാണ്. ധൈര്യല്ലേ റോമട്ടാണ്. ഡയമണ്ട്സ് രണ്ടാമത്തെ തവണ കിട്ടുന്നത്. എന്റെ പ്രോഗ്രസ് കൂടുന്നുണ്ടെന്ന് ഓരോ 2 ബ്ലോക്കിനും വെച്ച് കൂടും. അല്ല ഓരോ ബ്ലോക്ക് കൂടും. അയ്യോ ഞാൻ ഇപ്പഴ അടുത്ത ടൈം കൊണ്ട് കൊടുക്കും. ഓരോ ബ്ലോക്കിനൊക്കെ കൂടും. കുറച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചാണോ നമുക്കൊന്ന് തരട്ടെ. ഇതെത്ര ഇതൊക്കെ പൊട്ട് ഇതുകൂടി പൊട്ടിക്കുമ്പോൾ എന്തായാലും പൊട്ട്. കഴിഞ്ഞു. അടുത്ത എൻജോയ്മെന്റ് ടേബിൾ പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ പിയേഴ്സിങ്. ക്രോസ് ബോക്ക് ഉള്ളു. ഇതങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. പങ്കിനൊക്കെ ഓടിച്ചിട്ട് എന്തും എനിക്ക് കിട്ടിയ മുട്ടയാണത് ആണെന്ന് തോന്നുന്നു. യെസ്, ഈ 3 മുട്ടയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഹെർഷൽ വീഡിയോ. എൻ്റെ ക്ലാസ്സിലെ കാര്യം പറയും, നിങ്ങൾ ഗൈസിൻ്റെ കാര്യമൊന്നുമല്ല. ഓക്കെ, ഹെർഷലിൻ്റെ ഒരു മുട്ട പോയി. രണ്ടാമത്തെ മുട്ട. രണ്ടാമത്തെ മുട്ട പോയി. മൂന്നാമത്തെ മുട്ട. വിരിഞ്ഞ ചെറുക്കാൻ പൊട്ടനാണേ. അല്ല അല്ലല്ലോ പൊട്ടൻ എന്ത് ചെയ്യാന്. എന്താ പറയുന്നു? ഇത് വിരിയാണെങ്കിലാണേ, ഇത് വിരിയാണെങ്കിൽ നമ്മൾ 60s ആണെന്ന് പറയും. എവിടെ യെസ്, കാര്യം ഞാൻ പറഞ്ഞില്ല ഗൈസ്.
ഇത് എത്ര മുട്ടയാണ് ഇവരുണ്ടാക്കണത്? പിന്നെ ഹെർഷലല്ലേ കൊറേണം ഉണ്ടാക്കും. കോഴി ഫാക്ടറിയാണ്. അടിപൊളി. അടുത്ത മുട്ട ഇടില്ലെങ്കിൽ ഞാൻ കൊല്ലും. എന്താ പറയുന്നു? സോ ഗൈസ്, ഈ ക്രാഫ്റ്റിംഗ് ക്യാമ്പിൽ ഈ മോഡെന്ന് പറയുകയാണെങ്കിൽ ഇത്തിരി ട്രാഷാ. സോ റിയൽ 1 ബ്ലോക്ക് മോഡൊന്നും പോലെയല്ല. വെയിറ്റ് ചെയ്യാം. കുറച്ചെണ്ണം താഴത്തേക്ക് ഡ്രോപ്പ് ഇട്ടാൽ പോരെ തോന്നുന്നു. ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതിയെന്ന് തോന്നുന്നു. അല്ല, അത്ര ഫുഡ് ഉണ്ടല്ലോ. അപ്പോൾ നിനക്കൊരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കാം. നിനക്ക് ചെസ്റ്റ് എന്തേ? Guys, like and subscribe for more. Thank you for watching. Like and subscribe പറഞ്ഞ പോലെ. പിന്നെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ബൈ.